ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം. യേശു അവരോട്, നിങ്ങൾ എന്നെ തെരഞ്ഞതെന്തിന്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഈ പാഠഭാഗം യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ പോയിട്ട് മാതാപിതാക്കൾ മറ്റൊരു വഴിയായി പോവുകയും യേശുക്രിസ്തു തൻ്റെ ചെറുപ്പകാലത്ത് 12-ാം വയസ്സിൽ പള്ളിയിൽ തന്നെ ശേഷിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കുറെ ദൂരം ചെന്നതിന് ശേഷം 3-ാം ദിവസം യേശുക്രിസ്തുവിനെ തിരിച്ചു വന്ന് കാണുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമ്മ യേശുക്രിസ്തുവിനോട് പറയുന്നു, മകനെ, നീ ഇങ്ങനെ ഇവിടെ നിന്നതെന്ത്? നിന്റെ പിതാവും മറിയമാതാവും പറയുകയാണ്, നിന്റെ പിതാവും ഞാനും എത്ര ദുഃഖിച്ചു, പയ്യനെ കണ്ടില്ല, 12 വയസ്സുള്ളതാണ് എന്നവർ ചിന്തിച്ചു. അപ്പോൾ യേശുക്രിസ്തു അവരോട് മറുപടി പറയുന്നതാണ് ഈ ഭാഗം. എന്നെ തെരഞ്ഞതെന്തിന്? ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത് ആണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതായത് യേശുക്രിസ്തുവിൻ്റെ പിതാവെന്ന് പറയുന്നത് സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതന ആയിരിക്കേണ്ടതല്ലേ എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ലേ എന്നുള്ള മാതാപിതാക്കൾക്ക് അറിയാമാണ്, ദൈവിക പുത്രനാണ്. അതുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ ഇടപെടേണ്ടതിന്, ദൈവിക കാര്യങ്ങളിൽ വളരേണ്ടതിന്, തീരെ ചെറുപ്പമാണ്, 12 വയസ്സേ ഉള്ളൂ, അറിയേണ്ടതിന്, ദൈവിക കാര്യങ്ങൾ ഇടപെടേണ്ടതിന്, അങ്ങനെ ദൈവിക ആലയത്തിൽ താമസിച്ചു പോയത് മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ തന്നെയും അത് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞതെന്തിന്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ പാഠഭാഗം പരിശുദ്ധാത്മ നിയോഗത്താൽ ഈ സുവിശേഷം എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസ് ഒരു ഡോക്ടറും അല്ലെങ്കിൽ വൈദ്യനും ആയിരുന്നു. ആ കാലത്തെ ഡോക്ടറായിരുന്നു. ലൂക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ രേഖകൾ പരിശോധിച്ച് സുവിശേഷം എഴുതിയതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. യേശുക്രിസ്തു വിശുദ്ധ പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയതായ പല രേഖകളും അപ്പോസ്തല പ്രവൃത്തി 16:10, അപ്പോസ്തല പ്രവൃത്തി 10:19 എന്നുള്ള പല ഭാഗങ്ങളിലും പൗലോസ് ലൂക്കോസിൻ്റെ സമകാലികനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആ കാലയളവിൽ ലൂക്കോസ് എഴുതിയതായ സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് നാം ബൈബിളിൽ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ അതിശയങ്ങളും ദൈവപുത്രനാണെന്നുള്ളതായ വിശ്വാസവും ദൈവികപുത്രനാണെന്നുള്ളതായ തോന്നലും ജനങ്ങളിൽ പ്രചരിച്ചു തുടങ്ങി. ആ കാലത്തെ ജനങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മരിച്ചുയർത്തപ്പെട്ട യേശുക്രിസ്തു സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്ത് യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതായ ഒരു വിശ്വാസം ജനങ്ങളിൽ പരക്കെ പടർന്നു. അപ്പോൾ യെരുശലേമിൽ ഭരിക്കുന്നത് റോമ ഗവൺമെൻറ്റാണ്.
റോമ ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ് അവിടെ ഭരിക്കുന്നത്. യെരുശലേമിനെ അവിടുത്തെ നാട്ടുകാരെ, യഹൂദന്മാരെ തോൽപ്പിച്ചിട്ട്, യുദ്ധത്തിലല്ലാതെ തോൽപ്പിച്ചിട്ട് അവിടെ അവരുടെ ഭരണം പിടിച്ചെടുക്കുന്നു. അങ്ങനെ യെരുശലേമിനെ പല കാലത്തും പലരും ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാലയളവിൽ ഭരിച്ചത് റോമ ഗവൺമെൻറ്റാണ്. ആ റോമ ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് ഭരിക്കുമ്പോൾ ഒരുപക്ഷെ ലൂക്കോസും റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിക്കാരനാണ് എന്ന് നമ്മൾക്ക് സങ്കല്പിക്കാം. അങ്ങനെ ലൂക്കോസ് എഴുതുന്നതിന് മുൻപിട്ടായിട്ട് ഒരാളിൻ്റെ പേര് പറഞ്ഞു ആണ് പറയുന്നത്. ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസ് തന്നെ ആണ് എഴുതിയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശ്രേഷ്ഠനായ തിയോഫിലോസെ എന്ന് തുടങ്ങിയാണ് പറയുന്നത്. ഈ തിയോഫിലോസ് ആരാണെന്ന് പിന്നീടിട്ട് നമുക്കും അവിടെ എഴുതിയിരിക്കുന്നില്ല. ഒരു പക്ഷേ തിയോഫിലോസ് റോമ ഗവൺമെൻറ്റിലെ ഒരു കൂടിയ ഉദ്യോഗസ്ഥനായിരിക്കാം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ നിജ വിവരണങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചു കാണും. അതിന് സിസ്റ്റമാറ്റിക് ഓർഡറിൽ എഴുതുകയാണെന്നും ഉള്ള രീതിയിലാണ് ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് നാം മനസ്സിലാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിത രീതിയും ആ കാലത്തെ ജീവിതവും എല്ലാം തന്നെ എഴുതി. യേശുക്രിസ്തു സ്വർഗ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു, ക്രൂശ് മരണവും കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു, അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റു. എല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് യഥാർത്ഥമായി അന്വേഷിക്കേണ്ടതിനാണ് ലൂക്കോസ് അന്വേഷിച്ച് അതിൻ്റെ സിസ്റ്റമാറ്റിക് രൂപത്തിൽ എഴുതിയതാണ് എന്നും അതിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ശ്രേഷ്ഠനായ തെയോഫിലോസേ, നമ്മുടെ മധ്യേ നിവൃത്തിയായ വസ്തുതകൾ പ്രാരംഭം മുതൽ ദൃക്സാക്ഷികളും തിരുവചനത്തിൻ്റെ ശുശ്രൂഷകരും ആയിരുന്നവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ളതുപോലെ ക്രോഡീകരിക്കുന്നതിന് പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ആരംഭം മുതലുള്ള എല്ലാ വസ്തുതകളും സൂക്ഷ്മം പരിശോധിച്ചു. അങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ലൂക്കോസ് ക്രമീകൃതമായ ഒരു വിവരണമാണ് എഴുതിയത് എന്നും അതിൽ നിന്ന് കാണുന്നു. നിജസ്ഥിതി താങ്കൾക്ക് മനസ്സിലാക്കി തരാം. അങ്ങനെ തിയോഫിലോസിന് നിജസ്ഥിതി യഥാർത്ഥത്തിലുള്ളതായ സത്യം തിയോഫിലോസിനെ അറിയിക്കുന്നതായിട്ടാണ് സുവിശേഷത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അതിനുശേഷം ആ സുവിശേഷം ബൈബിളിൻ്റെ ഒരു റെക്കോർഡായിട്ട്, ബൈബിളിലെ ഒരു പുസ്തകമായിട്ട് മാറി. അങ്ങനെ ലൂക്കോസ് എഴുതിയതാണ് ഈ പാഠഭാഗം. ലൂക്കോസ് ഒരു സുവിശേഷകനായിരുന്നു. പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേലയിൽ പങ്കെടുത്തിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കണ്ടവരിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ വരദാനങ്ങൾ പ്രാപിച്ചവരിൽ നിന്നും ഈ എല്ലാം കേട്ടറിഞ്ഞ് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സുവിശേഷം എഴുതിയതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ലൂക്കോസ് സ്വന്തമായി സുവിശേഷ വേല ഇവാഞ്ചലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. 2 തിമോത്തിയോസ് 4:11 ലൂക്കോസ് മാത്രമേ പൗലോസിനോട് കൂടെയുള്ളൂ. എന്നാൽ പൗലോസിൻ്റെ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയുകയാണ്. ദൈവിക പുത്രനാണ് യേശുക്രിസ്തു. അങ്ങനെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ കുറിച്ച്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ വേണ്ടി തൻ്റെ അത്ഭുത പ്രവൃത്തികൾ അറിഞ്ഞത്, ലൂക്കോസ് അറിഞ്ഞത് പൊതുജനങ്ങളെയും അറിയിക്കുന്നതായ കൂടെയായിരുന്നു, പൗലോസിൻ്റെ കൂടെയായിരുന്നു. കൊലോസ്യ ലേഖനം 4:14 നാം ഇങ്ങനെ കാണുന്നു: വൈദ്യനായ പ്രിയ ലൂക്കോസ് വൈദ്യനായിരുന്നു. അങ്ങനെ പൗലോസിനോടുകൂടിയും സുവിശേഷ വേല ചെയ്യുകയായിരുന്നു ഈ ലൂക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവൃത്തി 20:7 നാം കാണുന്നു പൗലോസിനെ കുറിച്ച് പറയുന്നു. അതിനാൽ ലൂക്കോസും പൗലോസിൻ്റെ സമകാലികനായിരുന്നു.
ഒന്നിച്ചു പ്രവർത്തിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഭാഗത്ത് പറയുന്നത് പോലെ യേശുക്രിസ്തുവും തൻ്റെ മാതാപിതാക്കളും നസ്രയത്തിൽ നിന്നും, അവരുടെ പട്ടണമായ നസ്രയത്തിൽ നിന്നും യെരുശലേമിലേക്ക്, പള്ളിയിലേക്ക് പോകുന്നതായ, വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോകേണ്ടതായിട്ടുള്ളതായ കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. ഇസ്രായേൽ അബദ്ധവശാൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചതുകൊണ്ട് കൃഷിയില്ലാതെ വന്നപ്പോൾ ഇവരുടെ പൂർവിജനായ യാക്കോബിൻ്റെ പുത്രന്മാരും മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് പോയി. യോസേപ്പ്, യാക്കോബിൻ്റെ മകൻ, നേരത്തെ തന്നെ അബദ്ധവശാൽ അവിടെ എത്തപ്പെട്ടു. യാക്കോബിൻ്റെയും മറ്റു പുത്രന്മാരും ഈജിപ്തിലേക്ക് പോയി അവിടെ കഴിഞ്ഞ് കാലങ്ങൾ പോയി. അവരുടെ തലമുറകൾ അവിടെ, അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ തലമുറ ഈജിപ്തിലായി പോയി. അവരെ രക്ഷപ്പെടുത്തേണ്ടതിനു വേണ്ടി, ഈജിപ്തിൽ നിന്നും ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മോശെ എന്ന വ്യക്തിയെ, ഇസ്രായേൽ ജനമായ വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ മോശയുടെ മേൽനോട്ടത്തിൽ, ലീഡർഷിപ്പിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും രക്ഷപ്പെട്ടു വരുമ്പോൾ അവിടുന്ന് പല ബാധകളിൽ നിന്ന് അവരെ ദണ്ഡിപ്പിച്ചിട്ട് ആണ് ഇവർക്ക് മോചനം കിട്ടിയത്. അങ്ങനെ മോചനം കിട്ടുമ്പോൾ മിസ്രൈമിൽ അനുഭവിച്ചതായ അവസാനത്തെ ബാധയെ വരുമ്പോൾ, മിസ്രൈമിയർക്ക് വരുമ്പോൾ, അതിൻ്റെ ഓർമ്മയ്ക്കായി ഇവരെ രക്ഷിച്ചതായ പെസഹ പെരുന്നാളിലാണ് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടത്. ആ പെസഹ പെരുന്നാളിനെ ഓർമ്മയിപ്പിക്കുന്നതായ കാര്യങ്ങൾ, ആ പ്രാർത്ഥനകൾ അവർ യെരുശലേമിൽ ചെല്ലുമ്പോഴും ഓർമ്മയ്ക്കായി ഇസ്രായേൽ ജനങ്ങളുടെ മക്കളും കൊച്ചുമക്കളും അങ്ങനെ വരുന്നതായ തലമുറകളെല്ലാം അറിയുന്നതിന് വേണ്ടി പെരുന്നാൾ ആചരിക്കണമെന്ന് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. ആ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ മക്കൾ യെരുശലേമിൽ പ്രാർത്ഥനയ്ക്ക് പെരുന്നാളിന് പോകുന്നതൊരു സിസ്റ്റമാക്കി ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിൽ യേശുക്രിസ്തുവിനെയും കൊണ്ട്, 12 വയസ്സുള്ള യേശുക്രിസ്തുവിനെയും കൊണ്ട് പള്ളിയിൽ ആരാധനയ്ക്ക് പോയതായിരുന്നു. യേശുവിൻ്റെ അമ്മയും വളർത്തച്ഛനായ ജോസേഫും യെരുശലേമിലേക്ക് പോയതായിരുന്നു. ആ കാലയളവിൽ യേശുക്രിസ്തു താമസിച്ചിരുന്നത് നാസറേത്തിലായിരുന്നു. ഗലീല പട്ടണമായ നാസറേത്തിൽ എന്നാണ് ബൈബിളിൽ കാണുന്നത്. അങ്ങനെ നാസറേത്തിൽ നിന്നും യെരുശലേമിൽ പള്ളിയിൽ പോയി ആരാധന കഴിച്ചിട്ട് ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു കാണും എന്ന് വിചാരിച്ച് അവർ പ്രാർത്ഥന കഴിച്ചിട്ട് പോരുമ്പോൾ 12 വയസ്സുള്ള പ്രായത്തിലാണ്. ഇതും കൂടി ഓർക്കണം. യേശുക്രിസ്തു ബന്ധുമിത്രാദികളുടെ കൂട്ടത്തിലോ നസറേത്തിലുള്ള മറ്റാരുടെയെങ്കിലും കൂട്ടത്തിൽ കാണുമെന്ന് വിചാരിച്ച് ഒരു ദിവസത്തെ വഴി മാതാപിതാക്കൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് ആരുടെയും കൂടെ കാണുന്നില്ല എന്ന് മനസ്സിലായത്. യേശുക്രിസ്തുവിനെ കാണുന്നില്ല. യേശുക്രിസ്തു 12 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവര് മാതാപിതാക്കൾ വീണ്ടും യെരുശലേമിലേക്ക് യാത്രയായി. അങ്ങനെ 3-ാം ദിവസം യേശുക്രിസ്തുവിനെ ചെന്ന് കാണുകയാണ്. യേശുക്രിസ്തു അപ്പോൾ പള്ളിയിൽ വിദ്വാൻമാരുടെ അടുത്ത്, അതായത് പള്ളിയിലെ ഉപദേഷ്ടാക്കന്മാരുടെ അടുത്ത് പ്രധാന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉള്ള ദിവസമാണല്ലോ. പിറ്റേ ദിവസം 3-ാം നാളാണ് മറിയയും ജോസഫും അവിടെ ചെല്ലുന്നത്. യേശുവിൻ്റെ മാതാപിതാക്കൾ അവിടെ ചെന്ന് യേശുവിനെ കാണുന്ന ഉപദേഷ്ടാക്കന്മാരുടെ അടുത്ത് യേശുക്രിസ്തു ചർച്ച ചെയ്യുകയാണ്. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന അത് പറയുകയും ഉപദേഷ്ടാക്കന്മാരിൽ കുറച്ചുകൂടി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും.
യേശുക്രിസ്തുവിൻ്റെ പ്രാഗൽഭ്യത്തിലും ഉപദേഷ്ട ഗലീലയിലെ നസ്രേത്തിൽ നിന്നും യോസഫും മറിയമും യേശുക്രിസ്തുവിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ പോയി. ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ കൂടെ ഇല്ലാഞ്ഞിട്ട്, അവരുടെ കൂടെ യേശുക്രിസ്തുവിനെ കാണാഞ്ഞിട്ട് വീണ്ടും മാതാപിതാക്കൾ യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗഹനമായ കാര്യങ്ങൾ, ദൈവീക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത് അവരും വിസ്മയിച്ചു. അതിനുശേഷം മറിയം അവിടെ ചെല്ലുമ്പോൾ മറിയമാണ് ചോദിക്കുന്നത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് കാരണം അവരോട് മാതാപിതാക്കളോടൊത്ത് യേശുക്രിസ്തു പോകാതെ ആൾക്കൂട്ടം കൊണ്ടായിരിക്കാം പറഞ്ഞതുമില്ല. ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞു. മാതാപിതാക്കൾ ഒരു ദിവസത്തെ വഴി കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ കാണാഞ്ഞിട്ട് തിരിച്ച് വന്ന് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തേന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളെന്നെ തെരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതാണ് നിങ്ങൾക്കറിയില്ലേ? അതായത് ദൈവീക കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടത് ദൈവീക പുത്രനായി ജഗത്തിൽ വന്നതായ യേശുക്രിസ്തു ദൈവീക കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ സാരം. യേശുവിൻ്റെ അറിവിലും ദൈവീക ശുഷ്കാന്തിയിലും ശാസ്ത്രിമാർക്ക് പോലും ആശ്ചര്യമുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു ആരെന്നും തൻ്റെ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നും യേശു മനസ്സിലാക്കിയതാണ് മറിയമാതാവിൻ്റെ ഓടുള്ളതായ ആൻസർ എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതിനുശേഷം യേശുക്രിസ്തുവും മറിയവും ബാലനായ യേശുക്രിസ്തുവിനോട് കൂടി നസറേത്തിൽ വന്ന് താമസിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഓരോ മനുഷ്യനും ദൈവത്തെക്കുറിച്ച് നല്ല അറിവും ദൈവീക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ദൈവീക ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി നല്ല വിശ്വാസവും ഉറപ്പും ഉള്ളവരായിരിക്കണം മനുഷ്യർ എന്നാണ് നമുക്കിതിൽ നിന്നും പാഠഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യമാണ്. അതിനുശേഷം യേശു അവരോടുകൂടെ നസറേത്തിലേക്ക് പോയി അവർക്ക് അനുസരണയുള്ളവനായി കഴിഞ്ഞു. യേശുവിൻ്റെ 12-ാം വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. യേശു മാതാപിതാക്കൾക്ക് അനുസരണയുള്ളവനായിട്ട് കഴിഞ്ഞു. 2-ാം അധ്യായം 51-ാം വാക്യം. ചില ബൈബിളുകളിൽ യേശു അവർക്ക് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നും കാണുന്നുണ്ട്. അനുസരണയുള്ളവനായി കഴിഞ്ഞു. കാര്യം ഏതായാലും അനുസരണയുള്ളവനായിട്ട് കഴിഞ്ഞു. അപ്പോൾ പറയുന്നത് 12-ാം വയസ്സിലാണ് സംഭവിക്കുന്നത്. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ മുതിർന്നു വന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. 12 വയസ്സ് കഴിഞ്ഞിട്ട് യേശു മുതിർന്നു വന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ 2-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നമുക്ക് കാണുക. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശുക്രിസ്തു അവിടെ വളരുകയാണ്. തൻ്റെ മാതാപിതാക്കളോടൊത്ത് തൻ്റെ മാതാപിതാക്കളുടെ ഭവനത്തിൽ യേശുക്രിസ്തു വളരുന്ന അനുസരണയുള്ളവനായിട്ട് മാതാപിതാക്കൾ പറയുന്നത് പോലെ അവിടെ കഴിഞ്ഞതായിട്ടാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവർക്ക് അനുസരണയുള്ളവനായി ജ്ഞാനത്തിലും വളർച്ചയിലും ഒരേപോലെ തൻ്റെ ശരീരം വളർന്നതോടുകൂടി ജ്ഞാനവും വർദ്ധിച്ചുകൊണ്ട് അവിടെ പഠിച്ചുകൊണ്ടും അവിടെ വളർന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ആ കാലയളവ് 12 വയസ്സിലുള്ള ബാലനായ യേശുവിനെ നാം വിശുദ്ധ ബൈബിളിൽ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ഹിഡൻ ലൈഫായിട്ടായിരുന്നു പിന്നെ ബൈബിളിൽ കാണുന്നത്. തൻ്റെ വ്യക്തിത്വത്തിന് ഉതകുന്നതായ മറ്റു വാക്യങ്ങളൊന്നും പിന്നെ ഇല്ല. തന്നെ 30-ാമത്തെ വയസ്സിലാണ് പിന്നെ യേശുവിനെ പ്രത്യക്ഷനായി
സ്നാനപ്പെടുന്നത് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതുന്നതായ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് നിയോഗപ്രകാരം വേണ്ടുന്നതായ മനുഷ്യരുടെ വിശ്വാസത്തിന് ഉതകുന്നതായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് അവരെ അറിയിക്കുന്നത്, എഴുത്തുകാരെ അറിയിക്കുന്നത്. അങ്ങനെ ഈ ഒരു വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. തൻ്റെ മാതാപിതാക്കൾക്ക് ഒപ്പം അവിടെ തന്നെ മറ്റ് ഇസ്രായേൽ ബാലന്മാരെ പോലെ തന്നെ യേശു ക്രിസ്തു അവിടെ വളർന്നു വന്നതായിട്ടാണ് എഴുതി. പിന്നെ യേശു ക്രിസ്തുവിനെ കാണുന്ന 30 വയസ്സുവരെയും അവിടെ ബൈബിളിലെങ്ങും കാണുന്നില്ല. ബൈബിളിൽ എഴുതിയ ഒരു വാക്യത്തിൽ നിന്നും ജോസേഫിൻ്റെ കാർഖാനയിൽ ഒരു പക്ഷേ ജോലി ചെയ്തിരിക്കാം. അവിടെ ജോസേഫിൻ്റെ കൂടെ തൻ്റെ അച്ഛൻ്റെ കൂടെ തടിപ്പണി ചെയ്ത് ജീവിച്ചിരിക്കാം. യേശു ക്രിസ്തു പിന്നെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ 30 വയസ്സായി എന്ന് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു തൻ്റെ 30 വയസ്സ് വരെയും പരസ്യ ശുശ്രൂഷയിൽ സുവിശേഷത്തിൽ ഇവാഞ്ചലിസ്റ്റായിട്ട് ഇറങ്ങിയില്ല. 30 വയസ്സ് തികയുമ്പോഴാണ് യേശു ക്രിസ്തു പിന്നെ പരസ്യമായിട്ട് നാം യേശു ക്രിസ്തുവിനെ കാണുന്നത്. അതുവരെയും തൻ്റെ അച്ഛൻ്റെ കൂടെ, തൻ്റെ അമ്മയുടെ കൂടെ, തൻ്റെ വീട്ടുജോലിയോടുകൂടി അച്ഛൻ നടത്തുന്നതായ ഫാക്ടറിയിൽ ജോലി ചെയ്ത് ഇരിക്കാനാണ് സാധ്യതയെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു വളർന്നു വന്നപ്പോൾ വൈദഗ്ധ്യവും ദൈവിക ചിന്തയും പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു ക്രിസ്തു വളർന്നു വന്നതുപോലെ, വിശുദ്ധിയിലും വളർന്നു വന്നതുപോലെ മനുഷ്യരും അതുപോലെ വളർന്നു വരിക. തൻ്റെ കുടുംബത്തിൽ നിന്നാണ് യേശു ക്രിസ്തു കൂടുതലും പഠിച്ചിട്ടുള്ളത്. യേശു ക്രിസ്തു മറ്റെങ്ങും പോയി പഠിച്ചതായിട്ട് നാം ഇപ്പോൾ പറഞ്ഞതായ 12 വയസ്സിൽ ഗുരുക്കന്മാരുമായിട്ട് സംവാദിക്കുന്നതായ കാര്യങ്ങൾ നാം ഇപ്പോൾ മനസ്സിലാക്കിയതല്ലാതെ യേശു ക്രിസ്തു എല്ലാം വീട്ടിൽ തന്നെ കഴിഞ്ഞതായിട്ടാണ് നമ്മൾക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു, പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നാസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. മാതാപിതാക്കൾക്ക് കീഴടങ്ങി മാതാപിതാക്കൾ പറയുന്നത് കേട്ട് അവിടെ കഴിഞ്ഞു എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം മറിയം അവരുടെ ഹൃദയത്തെ സംഗ്രഹിച്ചു. കാരണം ദൈവിക പുത്രനാണ് യേശു ക്രിസ്തു എന്ന് മറിയത്തിന് അറിയാമായിരുന്നതിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ച് ഇരുന്നു. അതിന് 52-ാം വാക്യമാണ്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദൈവത്തിൻ്റെ കൃപയിലും മനുഷ്യരുടെ ഗുരുക്കന്മാരുടെ കൃപയിലും മുതിർന്നു വന്നു എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നാം ഇന്ന് താക്കോൽ വാക്യമായിട്ടെടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യമാണ്. എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലയോ? പിതാവിൻ്റേതായ ചർച്ചിൽ, പിതാവിൻ്റേതായ മന്ദിരത്തിൽ, പിതാവിൻ്റേതായ പള്ളിയിൽ, യെരുശലേം പള്ളിയിൽ യേശു ക്രിസ്തു അവിടെ ഇരുന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. താൻ മനസ്സിലാക്കിയ സത്യങ്ങൾ അവിടുത്തെ ഉപദേഷ്ടാന്മാരോട് ചർച്ച ചെയ്യുകയും ചെയ്തു. ദൈവിക കാര്യങ്ങൾ പങ്കെടുത്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു 12-ാം വയസ്സിൽ ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അവൻ യെരുശലേം ദേവാലയത്തിൽ പോവുകയും തൻ്റെ വീട്ടിൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവിടെ ജീവിക്കുകയും ചെയ്യുന്നതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു. തൻ്റെ 30 വയസ്സുവരെയുള്ള ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ 12 വയസ്സിൽ ആണ്ടുതോറും അവർ യെരുശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാളിന് പോകുമ്പോൾ ഇവർ തൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ യേശു ക്രിസ്തുവും പോയി കാണും, അവിടെ സംവാദിച്ചു കാണും, അവിടെ മനസ്സിലാക്കി കാണും. അതേപോലെ പിന്നെ 30-ാം വയസ്സിലാണ് നാം യേശു ക്രിസ്തുവിനെ പരസ്യ ശുശ്രൂഷയിൽ നാം കാണുന്നത്. നാം കേട്ട വചനങ്ങളാൽ
ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു.